I'd like to welcome you all to this last session of this BPAG 172. Okay, 15ാമത്തെ യൂണിറ്റ് ആണ് എടുക്കുന്നത്. ഇതിൽ 15 യൂണിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 14 എടുത്തു കഴിഞ്ഞു. ദിസ് യൂണിറ്റ് 15 അതാണ് ലാസ്റ്റ് യൂണിറ്റ് ഈ BPAG 172. അപ്പോൾ ഈ എന്താണ് യൂണിറ്റ് 15-ലെ ഇത് വളരെ ഓർക്കണം. ഇത് നിങ്ങളുടെ ഈ വളരെ നല്ല കോഴ്സ് മെറ്റീരിയൽസ് ആണ്. ശ്രദ്ധിക്കണം, നിങ്ങളെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം ഇതിൽ പല ലോസ് ഇൻവോൾവഡ് ആണ്. ഈ പറയുന്നത് ഇന്ന് തന്നെ പറയുമ്പോൾ നോക്കിയോളൂ എത്ര ഉണ്ടാകുന്നു. ഇതെല്ലാം ആക്റ്റാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഇത് വായിച്ചാലാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടൻസ് എന്താണെന്ന് വെച്ചാൽ കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ഇത് യൂണിറ്റ് 15-ലെ സർവീസ് ഗ്യാരണ്ടി ആക്ട്, സിറ്റിസൺസ് ചാർട്ടർ 2, റൈറ്റ് ടു ഇൻഫർമേഷൻ 3, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 4. ഇതൊക്കെ സെപ്പറേറ്റ് റൂൾസ് ആണ്. ഒരു നമ്മുടെ കമ്പനികളിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഗവൺമെന്റിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് സർവീസിൻ്റെ ചില കോഡുണ്ട്, കോഡ് ഓഫ് എത്തിക്സ്, നമ്മുടെ ജനങ്ങളുടെ ചാർട്ടർ, ജനങ്ങളുടെ ഡ്യൂട്ടി. നമ്മളെപ്പോഴും നമ്മുടെ റൈറ്റിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളല്ലേ നമ്മളൊക്കെ. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ ഓഫീസിലാണെന്ന് ശരി, വി ആർ ഓൾ ഗെറ്റിംഗ് സാലറി ഫ്രം ദ ടാക്സ് പേസ്. അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ബി ലോയൽ ടു ദി സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും സർവീസ് റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇത് വിശദീകരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ പറഞ്ഞത് ആദ്യത്തതിൽ പബ്ലിക് സർവീസ് ഗ്യാരണ്ടി ആക്ട്, സിറ്റിസൺസ് സിറ്റിസൺ ചാർട്ടർ, RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ, CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് പബ്ലിക് സർവീസ്, അതിൻ്റെ അർത്ഥം? പിന്നെ ഫാക്ടേഴ്സ്, പബ്ലിക് സർവീസിൽ എന്തെല്ലാം നമ്മൾ കടപ്പാടുണ്ട് ജനങ്ങളോട്. പബ്ലിക് സർവീസ് ഗ്യാരണ്ടി ആക്ട്, അതിനെപ്പറ്റി ആക്ടിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്. ഒരു വർഗം നമ്മളിപ്പോൾ സ്റ്റേറ്റിലായിക്കോട്ടെ, സെൻട്രലായിക്കോട്ടെ, ഓട്ടോണമസ് ബോഡിയിലായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, കോർപ്പറേഷനിലോ പബ്ലിക് സെക്ടറിൽ, വി ആർ സപ്പോസ് ടു ഡു അവർ ഡ്യൂട്ടി ഫസ്റ്റ്. മനസ്സിലായില്ലേ? നമ്മളെ എപ്പോഴും നമ്മുടെ റൈറ്റിന് വേണ്ടിയിട്ട് നമ്മളെ വാദിക്കാറുണ്ട് ഇല്ലേ? പക്ഷെ നമ്മുടെ ഡ്യൂട്ടിക്ക് വേണ്ടി കാരണം നമ്മുടെ ഭരണഘടന, ഇത് ഞാൻ എടുക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ, ഒന്നുകൂടി പറയട്ടെ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ വിശദീകരിച്ച് വരുന്നുണ്ട്. ഇതിൽ ഞാനൊരു കാര്യം പറയാനുള്ളത്, കോർപ്പറേറ്റ് സോഷ്യൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, അതൊക്കെ അനുമതി ഉണ്ട്. അതായത് എവിടെ വേണിച്ചാലും ഏത് മതം സ്വീകരിക്കാം, അതേമാതിരി എവിടെ വേണിച്ചാലും നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാം, ഏത് ജോലി വേണിച്ചാൽ ചെയ്യാം, ഒരേ പാസ്പോർട്ട്, അങ്ങനെ യു ക്യാൻ സെറ്റിൽ ഡൗൺ എനിവേർ ഇൻ ദ കൺട്രി, അങ്ങനെ ഓരോരുത്തർ റൈറ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ അതേ പ്രകാരം ഡ്യൂട്ടീസ് ഉണ്ട്. അതാണ് നമ്മൾ മറക്കുന്നത്. ഡ്യൂട്ടി മറക്കുന്നു. ഉദാഹരണം, എപ്പോഴും നമ്മുടെ രാജ്യത്തിന് നമ്മൾ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജനസേവനം ചെയ്യാൻ തയ്യാറാകണം. നമ്പർ 1. ഇതല്ല ആദ്യത്തെ നമ്മുടെ ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗിനെ ബഹുമാനിക്കണം. മനസ്സിലായില്ലേ? അത് അതിന് നിയമങ്ങളുണ്ട്. അത് വേറൊന്നിനും ഉപയോഗിക്കരുത്. അത് തോന്നിമേരി അവിടെയും ഇവിടെ ഇടരുത്. വളരെ ശ്രദ്ധാപൂർവം അത് ചെയ്യേണ്ടതാണ്. വളരെ റെസ്പെക്ട് കൊടുക്കേണ്ടതാണ്. അതിനെ നമ്മൾ എന്തെങ്കിലും മോശമായി ചിത്രീകരിച്ചാൽ നിയമപരമായി നമ്മുടെ പേരിൽ ആക്ഷൻ എടുക്കാം. അത് കെട്ടണ സമയത്ത് തലകഴ കെട്ടരുത്. അതിന് നിയമങ്ങളുണ്ട്. സൂര്യൻ ഉദിച്ചതിൻ്റെ ശേഷം കെട്ടുക, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പേ ഇറക്കണം, കയറ്റുമ്പോഴും സല്യൂട്ട് ചെയ്യണം. ഫ്ലാഗിൽ പോസ്റ്റിൽ ഇറക്കുമ്പോഴും സല്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അതൊക്കെ നമ്മൾ നേഷന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. പിന്നെ വേറെ കുറേ പറയാനുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ അധികം പറയുന്നില്ല. ഒന്നും കൂടി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷണലി അപ്പോയിന്റഡ് ചിലരുണ്ട്. എപ്പോഴാണ് നിർബന്ധമാണ് നാഷണൽ ആന്തം പാടണം, പിന്നിൽ നമ്മുടെ ഫ്ലാഗ് വേണം. നാഷണൽ ആന്തം അത്യാവശ്യമാണ് ചിലർ സന്നിധരാകുമ്പോൾ. അത് ആരൊക്കെയാണ്? അതില്ലാതെ ചെയ്താൽ തെറ്റാണ്. ഒരു ഫംഗ്ഷനും
നാഷണൽ ഫ്ലാഗ് ഞാൻ പറയുന്ന രണ്ട് മൂന്ന് പേരുണ്ട്, അവരുടെ കാര്യം ഞാൻ പറയുന്നത്. അവരുടെ പ്രസംഗമോ അല്ലെങ്കിൽ നിങ്ങൾ മീറ്റിങ്ങിനോ എന്തെങ്കിലും നിങ്ങൾ വിളിച്ചാൽ അതിനു മുമ്പേ നമ്മുടെ നാഷണൽ ആന്തം വേണം, ജനഗണമന. ഓക്കെ. 2, പിന്നെ ഇതിന്റെ പുറമെ ഓഫ് കോഴ്സ് അവസാനിക്കുമ്പോഴത്തെ ഇതുണ്ട്. പിന്നെ ഫ്ലാഗ് ബാക്കിൽ ഉണ്ടാവും, ഫ്ലാഗും കാണിക്കണം. ഫ്ലാഗും ഇപ്പം നിങ്ങൾക്കറിയാം, റെഡ് ഫോർട്ടിലൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ ടൈമിലൊക്കെ കാണാം നിങ്ങൾക്ക്. അതാരൊക്കെയാണ്? നിർബന്ധമാണ് ഇന്ത്യൻ പ്രസിഡന്റ് എവിടെ അറ്റൻഡ് ചെയ്യുന്ന, ഏത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന അവിടെ നാഷണൽ ആന്തം വേണം. നാഷണൽ ആന്തം ശ്രദ്ധിക്കുക, പറയുന്ന ഓരോ വീടും നാഷണൽ ആന്തം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്ററുടെ വേണ്ട. നിങ്ങൾ ചെയ്തോളൂ, അത് വേറെ കാര്യം. പക്ഷെ നിർബന്ധമാണ് നിയമപരമായിട്ട് പ്രസിഡന്റിന്റെ. ദെൻ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലി അപ്പോയിന്റഡ് ആണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 3, ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. ഈ 3 പേരും ഏത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താലും ജനഗണമന വേണം, ഫ്ലാഗ് ഇത് വേണം. എത്രത്തോളം ആദരവോടുകൂടി മാത്രമേ ചെയ്യാൻ പാടൂ. പ്രധാനമന്ത്രിക്ക് നിർബന്ധമില്ല. പക്ഷെ അവിടെ നാഷണൽ ഫ്ലാഗ് ഉണ്ടെങ്കിൽ അതിന് ചെയ്യാറ് കുഴപ്പമില്ല. പക്ഷെ ഇത് മറ്റേത് നിർബന്ധമാണ് കേട്ടോ, അതില്ലാതെ ചെയ്യരുത്. അങ്ങനെയാണ്. അതൊന്ന്. പിന്നെ വേറെ ഒരു ഇത് ഉണ്ട്, നമ്മുടെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് നാഷണൽ ഫ്ലാഗിന് നിൽക്കുക നമ്മൾ ചെയ്യണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, അപ്പൊ ഞാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത് എന്താ അറിയോ? ഡ്യൂട്ടി അതായത് നമ്മുടെ സ്വാതന്ത്ര്യം നോൺ വയലൻസിലൂടെയല്ലേ കിട്ടിയിരുന്നത്. അപ്പൊ നോൺ വയലൻസ് കിട്ടിയ അതിനുവേണ്ടി അനവധികൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ചിലർ മരിച്ചിട്ടുണ്ട്, ചിലർ തൂക്കി കൊന്നിട്ടുണ്ട്, ചിലർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ, കൊന്നിട്ടുണ്ട്, അല്ലേ, അതൊക്കെ അറിയാലോ, ചരിത്രം. അപ്പൊ പക്ഷേ ഇന്നത്തെ ജനറേഷനോ അല്ലെങ്കിൽ ഇന്നുള്ള പലരും അത് ഓർക്കുന്നില്ല. അപ്പൊ അതിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലുണ്ട്, രാജ്യത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച ആളുകളെ എന്നും ഓർക്കണം. മനസ്സിലായോ? അതിലൊന്ന് അതാണ്. അങ്ങനെ അനവധി വേറെയുണ്ട് റെസ്പോൺസിബിലിറ്റി. അതേമാതിരി രാഷ്ട്രത്തിന്റെ സേവനത്തിന് വേണ്ടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച്, അങ്ങനെ പലതും ഉണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ ഈ ഡ്യൂട്ടിയും ഒപ്പം നമ്മൾ ചെയ്യണം. അല്ലാണ്ട് റൈറ്റിന് വേണ്ടി റൈറ്റ് നിങ്ങളുടെ തന്നെ കുഴപ്പമില്ല, പക്ഷെ അതിനോടൊപ്പം ഉത്തരവാദിത്വം ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ എന്തത് പറയാൻ കാരണം, നമുക്ക് ഒരു ഇത് നിങ്ങളെല്ലാം ചിലർ, എനിക്കറിയില്ല, ജോലി ചെയ്യുന്നവരുണ്ടാവും, ജോലി ചെയ്യാത്തവരുണ്ടാവും, എനിക്കറിയില്ല ആരാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു ഉദാഹരണം, നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വേറെ എവിടെയെങ്കിലും ഒരു റെഗുലർ അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇനിയിപ്പോ എനിക്ക് എന്തും ചെയ്യാം, ഗവൺമെന്റ് ജോബാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോ 60 വയസ്സ് വരെ അല്ലെങ്കിൽ 58 വയസ്സ് വരെ ആയി, നോ പ്രോബ്ലം, നോ ബഡി ക്യാൻ ടെർമിനേറ്റ് മീ എന്ന ധാരണയില് ജോലി ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ടാക്സ് പേയ്ഡ് ആണ്. യു ആർ സപ്പോസ് ടു എക്സിക്യൂട്ട് യുവർ ഫങ്ഷൻസ് ഹോണസ്റ്റ്ലി, ഡിലിജന്റ്ലി. ഒക്കെ മനസ്സിലായില്ലേ? അതുകൊണ്ട് അല്ലാതെ നമ്മൾ ഗവൺമെന്റ് ജോബ് കിട്ടിയ അല്ലെങ്കിൽ വേറെ കിട്ടിയ പറഞ്ഞാൽ നമുക്ക് വിശ്രമം എടുക്കാനുള്ള ഇതില്ല. നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ ഏത് പോസ്റ്റിനാണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ആ പോസ്റ്റ് എന്തെല്ലാം ഫങ്ഷൻ ഉണ്ട്. പിന്നെ അതിന് പുറമെ ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത്, യു ഷുഡ് ബി ഏബിൾ ടു ഷോൾഡർ അതർ റെസ്പോൺസിബിലിറ്റീസ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ജോബിന് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ചില സമയത്ത് അപ്പർ ഡിവിഷൻ ക്ലർക്ക് വന്നിട്ടില്ല വിചാരിക്കുക, അദ്ദേഹത്തിന്റെ ജോലിയും കൂടി ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ, ഓഫീസർ ചെയ്യാൻ പറഞ്ഞാൽ മടിക്കരുത്. കാരണം മൾട്ടി സ്കില്ലാണ് ഇന്നത്തെ ആവശ്യം. ഓരോന്നിനും ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പണ്ട് ബാങ്കിലെ 10-35 ആള് ഓരോ ബ്രാഞ്ചിൽ ഉണ്ടാവായിരുന്നു. ഇപ്പൊ എത്ര പേരുണ്ട്? 3, 4, 5, അല്ലേ? ആ 45 ആളുടെ ജോലിയല്ലേ ഇവര് ചെയ്യുന്നത്. അപ്പോ മൾട്ടി സ്കില്ലാണ് ഇന്നത്തെ ആവശ്യം. അത് കോളേജ് ആയിക്കോട്ടെ. നിങ്ങൾ ഉദാഹരണം കോളേജിലൊരു കാര്യം ആലോചിച്ചോളൂ. അതായത് ഞാൻ നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയാണ്, I was the principal of MBA colleges many decades back, അവിടെ നമ്മുടെ MBAയുടെ ഫൈനൽ ഇയറില് ഇംഗ്ലീഷില് ആ ലെക്ചററൊക്കെ ഒരു ക്ലാസ്സേ ഉള്ളൂ, ഒറ്റ ക്ലാസ് ഒരാഴ്ചയിൽ. കാരണം ബാക്കിയൊക്കെ പ്ലേസ്മെന്റിന്റെ ഇതാണ്, ഡ്യൂട്ടിയാണ്. ഒരു ക്ലാസ്സാണ് എടുക്കുള്ളൂ ഒരാഴ്ചയിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെക്ചർക്ക്
25,000 30,000 കൊടുക്കാൻ പറ്റുമോ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ? ചില സമയത്ത് അത് പറ്റില്ല. കാരണം ഒറ്റ ക്ലാസ് എടുക്കുന്നുള്ളൂ, പിന്നെ അടുത്ത ആഴ്ചയുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജോബ് സെക്യൂർഡ് ആവുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് അതർ സബ്ജക്ട് ഓൾസോ. അപ്പൊ നിങ്ങൾ അത് കൊടുത്തു ഇത് കൊടുക്കുക. അപ്പൊ നിങ്ങളെ അവിഭാജ്യ ഘടകമായിട്ട് അവിടെ നിന്നൊന്നും പറ്റാതെ വരും. അപ്പൊ മൾട്ടി സ്കില്ല് വളരെ എസെൻഷ്യൽ ആണ്. നോ, അപ്പോ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് സർവീസ് ഗ്യാരണ്ടി. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് ജോബ് ഗ്യാരണ്ടി നിങ്ങളുടെ റെഗുലർ എംപ്ലോയ്മെന്റ് ആയാലും ശരി, ഇന്ന് പ്രത്യേകിച്ച് ഓർക്കണം, is subject to your performance. There are many labor act. അതായത് എംപ്ലോയർ സാറ്റിസ്ഫൈഡ് അല്ലാതെങ്കിൽ they can give 1 month notice and or you can take. നിങ്ങൾക്ക് കോടതി നിയമപരമായിട്ട് സർവീസ് റൂൾസ് ഉണ്ട് ഓരോന്നിനും. ആ റൂള് പാലിക്കണം. പാലിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ റെപ്പർക്കുഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പൊ ഗവൺമെന്റിലായാലും എവിടെയായാലും നിങ്ങൾ പ്രൈവറ്റിലായെങ്കിലും അവിടെ സർവീസ് റൂൾ ഉണ്ട്. വലിയ കോർപ്പറേറ്റില് സർവീസ് റൂൾസ് ഉണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഈ സർവീസ് റൂൾസ് ഉണ്ട്. അതേ പ്രകാരം അന്ന് അപ്പുറം പോകാൻ പറ്റില്ല. കാരണം ഉദാഹരണം, ഞാൻ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു വിചാരിക്കുക. ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വെച്ചാൽ അവരുടെ പെർമിഷൻ വേണം ആദ്യം. സോ ഐ പബ്ലിഷ് 2-3 books. ആഫ്റ്റർ ടേക്കിംഗ് ദ അപ്രൂവൽ ഫ്രം ദ യൂണിവേഴ്സിറ്റി ദെൻ ഓൺലി. ആൻഡ് എൻ്റെ പേരിൽ കാണില്ല. കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശമ്പളം കിട്ടുന്ന സമയത്ത് ഞാൻ ബുക്ക് ഉണ്ടാക്കിയ അത് ബുക്ക് യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് പബ്ലിഷ് ചെയ്യുക. അവരുടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ പറ്റൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണല്ലോ ഇപ്പോൾ നമ്മുടെ IAS നടക്കുന്ന IAS ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് എഴുതരുത്. ബുക്ക് എഴുതണമെന്ന് വെച്ചാൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം. മനസ്സിലായില്ലേ? അത് അങ്ങനെ വെച്ചാൽ നിയമമുണ്ട്, അത് പാലിക്കണം. മനസ്സിലായോ? അതൊക്കെ ഓരോരോ നല്ല പർപ്പസിന് വേണ്ടിയിട്ടാണ് അതൊക്കെ. പിന്നെ സിറ്റിസൺ ചാർട്ടർ, റൈറ്റ് ടു ഇൻഫർമേഷൻ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇവിടെ വേറൊരു കാര്യം, അഡ്മിനിസ്ട്രേഷൻ ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് സിറ്റിസൺ വൈസ് വേഴ്സ. രണ്ടും, അതായത് ഇന്റർവ്യൂൻ ഇഴപിരിഞ്ഞ് രണ്ടും കണക്റ്റഡ്. ദ ബേസിക് എയിം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. the people, that വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ കമ്പനികളുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കൂ, വെൽഫെയറിലെ നോക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ നോക്കൂ, എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്നല്ലേ നോക്കുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടോ, ഫയർ ഫൈറ്റിംഗ് പ്രോപ്പർ ആണോ, മോട്ടോർ വെഹിക്കിൾ പ്രോപ്പർ ആണോ, അതിൻ്റെ എൻഫോഴ്സ്മെന്റ് പ്രോപ്പർ ആണോ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയല്ലേ നോക്കുന്നത്. ലോ ആൻഡ് ഓർഡർ ശരിയാണോ, ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ അല്ലേ, വെൽഫെയർ അല്ലേ, ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ. സോ പ്രൊവൈഡിങ് ദം ദ ബേസിക് കമ്മ്യൂണിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിലെ അനിവാര്യമാണ് നമ്മുടെ സെക്യൂരിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതം പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ അത് സെക്യൂർഡ് ആയിരിക്കണം. അതിനാരാ തരുന്നത്? നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ടഫ് ആയിരിക്കണം. പണിഷ്മെന്റ് ഷുഡ് ബി ഗിവൺ ഫോർ ദ ഡിഫോൾട്ടേഴ്സ്. ദ സക്സസ് ഓഫ് എനി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ദ എഫിഷ്യന്റ്. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഇതാവണമെന്ന് വെച്ചാൽ, ഒന്ന് എഫിഷ്യന്റ് ആവണം, രണ്ട് എഫക്റ്റീവ് ഡെലിവറി ആയിരിക്കണം. പ്രോപ്പറായിട്ട് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന്, അത് നാളേക്കല്ല. രണ്ട് എഫക്റ്റീവ് ഗൂഡ്സ് ആൻഡ് നല്ല സർവീസും. പിന്നെ സിറ്റിസണ് അനുയോജ്യമായ, ജനങ്ങൾക്ക് സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ജനങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയണം അവർക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം. നമ്മളൊരു ഉദാഹരണം ഇന്നലെ കണ്ടു ഞാൻ TV-യിലൊരു ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആവശ്യമല്ലേ നമ്മൾ മുൻഗണന കൊടുക്കുക ഓരോ കാര്യങ്ങളൊക്കെ. ഇന്നലെ കണ്ടു ഇൻ വൺ സിറ്റി ഹിയർ, നമ്മുടെ കോളേജിന്റെ മുമ്പിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇരിക്കുന്ന ബെഞ്ച്, അവര് ചില സമയത്ത് എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് എക്സാമിനേഷനെ പറ്റിയിട്ടോ നോട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടോ ഒക്കെ ഇരിക്കില്ല. അവർ ബസ് സ്റ്റോപ്പിന് നേരെ മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇനി ഇരിക്കുകയാണ്. അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിനെ മുറിച്ച് 3 പാർട്ടാക്കിയിട്ട് 3 സ്ഥലത്ത് വെച്ചു. കുട്ടികളിരിക്കരുത് പറഞ്ഞിട്ട്. അതൊന്നും എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ അല്ല. കുട്ടികൾ അങ്ങോട്ട് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട ക്രിയേറ്റിവിറ്റി വേണ്ട ലൈഫില്. പിന്നെ സ്കൂൾ ലൈഫ് ഈസ് ദ പ്രഷ്യസ് മൂമെന്റ് ഇൻ അവർ ലൈഫ്, കോളേജസ്. അപ്പൊ അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇൻഫോർമൽ വേ, അതൊന്ന് കുട്ടികൾ പല എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ, അങ്ങനെയല്ലേ നമ്മുടെ സയന്റിസ്റ്റും ഇതേമാതിരിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ മേപ്പെട്ട് വരണം അല്ലേ. അപ്പൊ അവരെ അനുവദിക്കണം. അല്ലാണ്ട് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് കുട്ടികൾ പഠിക്കുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ കൺട്രോൾ പാടാമില്ല. we have to give certain freedom also to the people.
then only they can think, they can understand what is life. മനസ്സിലായോ? എപ്പോഴും നമ്മളെ കടിക്കാനിട്ടിട്ട് അതൊക്കെ ആ കാലം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളെ ലോകം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം. There should not be any resistance to change. Okay? No. അപ്പൊ എഫക്റ്റീവ് സിറ്റിസൺ സെൻട്രിക് ആയിരിക്കണം. ഏത് നിങ്ങളുടെ എതിർത്താലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. റേഷൻ കട തുറന്നിട്ട് കാര്യമില്ലല്ലോ, റേഷൻ വേണ്ട, അവിടെ വേണ്ട, ധാന്യങ്ങളുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരമായ നല്ല ക്വാളിറ്റി ഐറ്റംസ് വേണ്ടേ അവിടെ. പോലീസ് സ്റ്റേഷൻ തുറന്നു, ആകെ 2 പോലീസ് ഉണ്ട്, രാത്രിയും പകലും അവിടെ നിൽക്കണം ശരി, അവിടെ ജവാന്മാരില്ല ശരി, എന്താ പ്രയോജനം? അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എല്ലാ ഏരിയയിലും പ്രോസ് ആൻഡ് കോൺസ്. ഹോസ്പിറ്റല് ഇവിടെ കാണാം, 1 കൊല്ലമായിട്ട് കമ്മീഷൻ ചെയ്തിട്ട് മരുന്നുമില്ല, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇല്ല, ബെഡും ഇല്ല, ഒന്നുമില്ല, ബിൽഡിംഗ് മാത്രമുണ്ട്. അങ്ങനെ ഇങ്ങനെ ജനങ്ങളെ സേവ് ചെയ്യുക? അങ്ങനെ പലയിടത്തുണ്ട്. ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല പറയുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ തിങ്ക് ബിഫോർ യു ആക്ട്. നിങ്ങൾ അതേമാതിരി ജനങ്ങൾക്ക് പ്രോമിസ് കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കൂ, ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നും കൂടി ആലോചിക്കൂ. അതായത് ഉദാഹരണത്തിന് സംടൈം ബാക്ക്, ഞാൻ പേര് പറയുന്നില്ല, പണ്ടത്തെ MLA ദേഷ്യപ്പെട്ട് ഞാൻ MLA ആവുന്ന സമയത്ത് പണിതാണ് ഈ ഹോസ്പിറ്റല്, 2 കൊല്ലമായി, ഇത്ര 3 കോടി 4 കോടി ചെലവഴിച്ചിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയതാണ്, അതായത് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയതാണ്, ഇവിടെ ഡോക്ടറില്ല, നേഴ്സില്ല, മരുന്നില്ല, അങ്ങനെയാണ് പറഞ്ഞിട്ട് കുറെ ചാടി കളിച്ച് അത് ചെയ്തു. അത് എന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് പിന്നെ ഇനോഗ്രേറ്റ് ചെയ്തു. അത് ഏതൊക്കെ ഡോക്ടർമാരെ എന്തൊക്കെ വെച്ചിട്ട് അത് ഇനാഗ്രേറ്റ് ചെയ്തു. ഇതിപ്പോ റീസെന്റ് ആയിട്ടുള്ള സംഭവമാണ്, ജസ്റ്റ് 1 month ബാക്ക്. അത് 2 കൊല്ലമായിട്ട് ഇനാഗ്രേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു മന്ത്രി കിട്ടിയില്ല തോന്നുന്നുണ്ട്. നമ്മുടെ മന്ത്രിമാരെല്ലാം തിരക്കല്ലേ, അപ്പൊ അത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈയിടെ ഓൾഡ് MLA, ഓൾഡ് അല്ല ഇപ്പോൾ, സോറി, അയാൾ ഇപ്പോഴത്തെയും MLA ആണ്. അയാൾ പറഞ്ഞ സമയത്ത് ചാടി എഴുന്നേറ്റ് അത് ഒക്കെ ഡോക്ടറെ ആരെ നഴ്സിനെ ആരെയൊക്കെ അവിടെ ഇവിടുത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ട് കുറച്ചെണ്ണം ആളുകൾ വെച്ചു. മനസ്സിലായോ? ഇതാ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന്റെ സീലിംഗ് കംപ്ലീറ്റ് കീപ്പിട്ട് വീണു. പുതിയ ബിൽഡിംഗ് ആണ്. ഇതാണോ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ? നമ്മളെല്ലാം സ്റ്റെബിലിറ്റി. ഒരു ബിൽഡിങ് നമ്മൾ പണിതിട്ട് ഓക്യുപ്പേഷന് മുമ്പേ അതിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇതിൽ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നമ്മൾ 10, 12 അല്ലെങ്കിൽ 25 നില കെട്ടി വിചാരിക്കുക, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ ഫയർ ഫൈറ്റിങ് ഇതിന്റെ ഒക്കെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ. അതെല്ലാം ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. സപ്പോസ് അവിടെ ഫയർ ഫൈറ്റിങ്ങും ഇല്ല, യാതൊന്നുമില്ല, അത് എത്താൻ പറ്റില്ല, അങ്ങനെ യാതൊരു പ്രൊവിഷനും ഇല്ല, വെന്റിലേഷൻ ഇല്ല, ഇതൊക്കെ വിചാരിക്കുക, അപ്രൂവൽ കൊടുക്കില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു. അപ്പൊ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ആണ് കേട്ടോ. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, സ്റ്റേറ്റ്, പിന്നെ അപ്പൊ അതുകൊണ്ട് അത് വളരെ ഇൻക്രീസ് ചെയ്ത് വരും. ഓരോരോ സ്റ്റേറ്റിനും ഓരോരോ വിധത്തിലുള്ള പവർ വന്നുകൊണ്ടിരിക്കണം. പിന്നെ ഡിസ്ക്രിഷണറി ഉണ്ട്. അവർക്ക് ചെയ്യാവുന്ന ചില പരിധികൾ അവർക്ക് അത് ചെയ്യണം. അവർക്ക് പവർ കൊടുത്തിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കലക്ടർ, അങ്ങനെ RDO, തഹസിൽദാരുടെ ഇത്, സപ്ലൈ ഓഫീസറുടെ ഇത്, റേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പവർ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിഷണറി പവർ ഉണ്ട് ചിലതൊക്കെ, എന്തായാലേ ചിലതൊക്കെ ഡിസ്ക്രിഷൻ. പക്ഷെ ഇപ്പൊ കുറെ പലതും എടുത്തു കളഞ്ഞിട്ടുണ്ടല്ലോ ഡിസ്ക്രിഷണറി പവർ. പറയണം എന്താന്ന്. പണ്ട് നമ്മുടെ MP-മാർക്ക് ഗ്യാസ് ഇല്ലാത്തവർക്ക് ഗ്യാസ് കണക്ഷൻ അലോട്ട് ചെയ്യാൻ കുറെ 10 20 ലൈനിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. MP-യുടെ കോട്ട അത് എടുത്തു കളഞ്ഞു. അങ്ങനെ പലതും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ക്രിഷണറി, ചിലത് ഡിസ്ക്രിഷണറിയാണ്, അവനവന്റെ ഇഷ്ടപ്രകാരം ചെയ്യാം. പിന്നെ അപ്പൊ എഫക്ട് ഓഫ് വാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ചിലവർക്ക്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പവർ എത്രയെന്ന് പറയുക, അത്രയധികം എക്സിക്യൂട്ടീവ് പവറും ലോട്ട് പവേഴ്സ് ആർ ദർ. മനസ്സിലായില്ലേ? അതേമാതിരി നമ്മുടെ ചീഫ് മിനിസ്റ്റർക്കോ എല്ലാവർക്കും. പിന്നെ അപ്പോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറപ്ഷൻ അവോയ്ഡ് ചെയ്യാം. അതായത് പെട്ടെന്ന് ചെക്കിങ് അല്ലാതെ 5 രൂപ കൈക്കൂലി വാങ്ങി പറഞ്ഞാൽ അവനെ പിടിക്കുകയല്ല ഏറ്റവും വലിയ പ്രധാനം. 50 കോടി 100 കോടി 200 കോടിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 2000 കോടിയൊക്കെ അവർ രക്ഷപ്പെടുന്നു. അതല്ല ഈ 2 പാവം 2 രൂപ 3 രൂപ 5 രൂപ എന്തെങ്കിലും വില്ലേജ് അസിസ്റ്റന്റിനെയൊക്കെയാണ്, പിയൂണിനെയൊക്കെ നമ്മൾ വലിയ ഇതായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത്. ഇത്ര പിടിച്ചു കാണാം, എപ്പോഴും കാണാം വില്ലേജ്. ഒരു റീസെന്റ് ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. TV-യിൽ ഞാൻ നോക്കുമ്പോൾ കാണും, ഇന്ന ആളെ അറസ്റ്റ് ചെയ്തു, അവൻ കറപ്ഷൻ
എന്താണോ ചെയ്ത് കുറച്ച് എമൗണ്ട്. ആൻഡ് ആ ആളെ ഞാൻ ശരിക്കും അറിയാവുന്ന ആളാണ്. സത്യസന്ധന നല്ലൊരു മനുഷ്യനാണ്. ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന അയാളെ അറിയുന്നതാണ് ഞാൻ കേട്ടോ. അയാൾ വളരെ സത്യസന്ധനാണ്. ഞാൻ പലപ്പോഴും അയാളെ മീറ്റ് ചെയ്യുന്ന പല വില്ലേജ് ഓഫീസറാണ് അയാൾ. ഒരാളുടെ നിന്ന് ഒരു പൈസ വാങ്ങിയിട്ട് ഞാൻ കംപ്ലൈന്റ് കേട്ടില്ല. ആരോ അയാളെ കുടുക്കി. എന്താ പറ്റിയെന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഈ അഡ്മിനിസ്ട്രേഷനിൽ കുടുക്കല്. അതായത് ചെയ്യാൻ ആളുകൾ സത്യസന്ധരായാലും അവര് അതുകൊണ്ട് നിങ്ങളുടെ മുകളിലും താഴെ കറപ്റ്റ് ആളാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ കൊടുക്കും. അതായത് ഇവർക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്ട്രിക്റ്റ് ആണ് വെച്ചാൽ, ഓഫീസർ സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കാശ് മേടിക്കാൻ പറ്റുന്നില്ല. BWD അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട്. എന്നിട്ട് ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഏതോ ഒരു ആള് റിക്വസ്റ്റ് ചെയ്തു കുറച്ച് മെഷർമെന്റ് ചെയ്യാൻ അവന്റെ പ്ലോട്ടോ ഏതോ വലിയ എത്ര 50 ഏക്കർ എന്തോ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ സഹായം അഭ്യർത്ഥിച്ച് ഇയാൾ സഹായം അവിടെ. അപ്പൊ എന്താ വെച്ചാൽ ടോട്ടൽ ഇത് കുറെ എഫേർട്സുകളാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഇത്ര എമൗണ്ട് ആവും എന്നൊക്കെ അയാൾ പറഞ്ഞു. കാരണം ഇത്ര വളരെ കഷ്ടപ്പെട്ടിട്ട് വേണത്. എത്രയോ സ്ഥലങ്ങളുണ്ട്. അത് മല അവിടെയാണ് പർവ്വത നിര. അപ്പൊ അയാളെന്തോ സംതിങ് എന്തോ എമൗണ്ട് എന്തോ ചോദിച്ചു അത് അയാള് നല്ല മനുഷ്യനെ ശരിക്കും. പക്ഷെ അത് എന്താണ് അയാൾ ചോദിച്ചത് എനിക്കറിയാം. അത് വാസ്തവമാണോന്നും അറിയില്ല. പക്ഷേ അയാൾക്കെന്തോ കൊടുക്കുന്നതിന് മുമ്പേ ആവശ്യപ്പെട്ട കൊടുക്കാൻ പോകുന്ന ആള് വിജിലൻസ് അറിയിച്ചു. പാവം അയാളെ പിടിച്ചു. അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. യഥാർത്ഥത്തിൽ അയാൾ എങ്ങനെ കുടുങ്ങിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. അതും കൂടി ഉണ്ട്. ചിലത് സത്യസന്ധരായ ആളുകളെ കൊടുക്കും. അതും കൂടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ M.Tech സിവിൽ ആയിരുന്നു. ഇതൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. M.Tech സിവിൽ പണ്ട് ഹൈദരാബാദിൽ DRDO വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ അവിടെ ബിൽഡിംഗ് ഇതെല്ലാം കൺസ്ട്രക്ഷനും എല്ലാം കംപ്ലീറ്റ് അയാളായിരുന്നു. സിവിൽ എഞ്ചിനീയർ, M.Tech സിവിൽ. അന്നത്തെ വളരെ നോളജുള്ള ആളാണ് പയ്യൻ. അങ്ങനെ ബിൽഡിങ് എല്ലാം ഉണ്ടാക്കി വളരെ സത്യസന്ധനായ ഒരു പയ്യൻ. അവസാനം അവൻ അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞു. അപ്പൊ കോൺട്രാക്ടർമാർക്ക് സർപ്രൈസ് ആയി. ഇവൻ 1 രൂപ മേടിക്കില്ല, കൈക്കൂലി മേടിക്കുക ഒന്നും. വളരെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യണം. ബൗണ്ടറി വാൾ ഉണ്ടാക്കുക, ബിൽഡിംഗ് ഉണ്ടാക്കുക, എന്തുണ്ടാക്കാലും അവൻ ഒരു ഇത് വിട്ടുവീഴ്ചയും ചെയ്യില്ല. പക്ഷേ അവസാനം വരുന്നൊന്നും പൈസ ഒന്നും മേടിക്കാത്ത അവസാനം ആ കോൺട്രാക്ടർ പറഞ്ഞു, നീ ജോലി ഇവിടെ ചെയ്യുകൊണ്ട് എനിക്ക് അനവധി കോൺട്രാക്ട് കിട്ടി ആന്ധ്രാപ്രദേശ് ഗവൺമെന്റില് കോടാനുകൂടി. ഈ വർക്ക് കാണിച്ചിട്ടാണ് ഞാൻ വിടുത്തത്. അത് അന്ന് പണ്ടത്തെ 50 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. അത് ആദ്യത്തെ പ്രൊജക്റ്റ് ആയല്ലേ. അത് കാണിച്ചിട്ട് മറ്റുള്ളത് എയർപോർട്ടിന്റെയും മറ്റേതിൻ്റെയൊക്കെ അങ്ങനെ പലതും അയാൾക്ക് കിട്ടിയപ്പോൾ അയാൾക്ക് സന്തോഷം കൊണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞു ഇവനോട്, നീ എവിടെ പോയാലും നീ എപ്പോൾ നമുക്ക് വേക്കൻസി വരാൻ വെച്ചാലും അല്ല ജോലിക്ക് വേണിച്ചാലും 1 മിനിറ്റ് ടെലിഫോൺ ചെയ്താൽ മതി, ഞാൻ ജോലി തരാം. കാരണം ഇത്ര സത്യസന്ധനായ മനുഷ്യൻ ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആയ ഒരു മനുഷ്യൻ ഒരു ദിവസം അവന് ട്രാൻസ്ഫർ കിട്ടി. ട്രാൻസ്ഫർ ആയിട്ട് എവിടേക്ക്? സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് അവൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. ഡാമിൽ വാട്ടർ സപ്ലൈ ഇതിൻ്റെയൊക്കെ ഒരു ഡാമിൽ, വളരെ പ്രസിദ്ധമായ ഡാം. ഓക്കെ, വളരെ പ്രസിദ്ധമായ അതിൻ്റെ ഇൻചാർജ് ആയിരുന്നു അയാൾ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അപ്പം പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുമാണ്. അപ്പം ഇവനെ പബ്ലിക് സർവീസ് കമ്മീഷൻ സെലക്ട് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അവൻ അവിടുന്ന് അപ്പൊ ഇവന് കരയാൻ തുടങ്ങി. അതായത് ആദ്യം ജോലി ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ്, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗം രാജിവെക്കണോ, സ്റ്റേറ്റ് ഗവൺമെന്റിൽ ജോയിൻ ചെയ്യണോ? അവസാനം ഞങ്ങൾ പറഞ്ഞു, ഇല്ല എന്റെ നാട്ടിന്റെ ഇടയിൽ നീ പൊക്കോ എന്നാണ് തള്ളിയിട്ട് അയാളെ ആ സ്റ്റേറ്റിലേക്ക് പറഞ്ഞു. അയാൾ കരഞ്ഞോണ്ടിരിക്കേണ്ടായിരുന്നു, ഞാൻ പോവില്ല, സെൻട്രൽ ഗവൺമെന്റ് രാജിവെക്കില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് അവസാനം എന്താ പറയാന്ന് വെച്ചാൽ അയാളെ കമ്പൽസറി അയാളെ കൊണ്ടുവന്നു, ഇങ്ങോട്ട് പിടിച്ചു കൊടുന്നു, അവിടെ നിന്ന് രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ നീ അവിടെ പോയിട്ട് ഒരു മാസം എന്തെങ്കിലും എടുത്തിട്ട് നീ നോക്കിയിട്ട് ഇവിടെ നിന്ന് ലീവ് എടുക്കുക, അവിടെ പോയിട്ട് നോക്കുക, എന്നിട്ട് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കേട്ടോളൂ, ഇതും പഠിക്കേണ്ടതാണ് അഡ്മിനിസ്ട്രേഷനിലെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇന്റഗ്രിറ്റി ഒക്കെ. യെസ്, ഐ ആൾസോ ഗോട്ട് എ ട്രാൻസ്ഫർ ടു ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്. ഞാൻ അവിടുത്തെ ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായി. പോരെ വലച്ചിൽ പ്രിൻസിപ്പളായി ഞാൻ അവിടെ ചെന്നു എന്ന് കണ്ടപ്പോൾ, കാരണം ഞങ്ങളൊക്കെ പണ്ട് ഒരു കാലത്ത് പഞ്ചാബിലൊക്കെ ഒരുമിച്ച് അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഹി നോസ്
അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം ഹി ഇൻവൈറ്റഡ് മീ ഫോർ എ ലഞ്ച് ഞായറാഴ്ച. കാരണം ഞായറാഴ്ച എനിക്ക് ഒഴിവുണ്ടായിരുന്നുള്ളൂ കോളേജിൽ. അപ്പോൾ ലഞ്ചിന് പോയപ്പോൾ കേട്ടുള്ളൂ ഇനി പറയുന്ന ഒറ്റ ലൈൻ, എന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇത് അഡ്മിനിസ്ട്രേഷന്റെ പാർട്ടാണെന്ന് പറഞ്ഞത്. ഞാൻ ഊണ് കഴിക്കുമ്പോൾ അവൻ ഒരു വാക്ക് പറഞ്ഞു എന്നോട്, യെസ് സർ, ഐ ആം ഗോയിങ് ടു കൺസ്ട്രക്ട് ആൾറെഡി അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, ഒരു വീട് ഞാൻ പണിയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു എന്നോട്. അടുത്ത് തന്നെയാണ് പറഞ്ഞു. അവ ജീപ്പ് ഉണ്ട്, നമ്മുടെ ഗവൺമെന്റ് ജീപ്പാണ്, അത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാറല്ല, ജീപ്പ്. കാരണം ഹൈറ്റിലൊക്കെ പോകണമല്ലോ ചില സമയത്തൊക്കെ, വാട്ടർ സപ്ലൈ ഇതിൻ്റെയൊക്കെ ഇല്ലേ. അപ്പോൾ ആ ജീപ്പിൽ എന്നെയും കയറ്റിയിട്ട് ആ വീട്ടിൻ്റെ അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ ലഗ്ജറി ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചു, എങ്ങനെയോ തനിക്ക് പൈസ കിട്ടിയത്, ശരി ഒന്നും ഇത്ര ശമ്പളം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, യെസ്, ഐ നോ ദാറ്റ് യു വിൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു മീ. Now my reply is as follows. 1, every week ബില്ല് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ ഏത് പാർട്ടിയാണ് ആ പാർട്ടി വന്നിട്ട് 10,000 രൂപ, 15,000 രൂപ, 20,000 രൂപയൊക്കെ അവരെ പാർട്ടി ഫണ്ടിലേക്ക് ചോദിക്കും. ഞാൻ എവിടുന്ന് കൊടുക്കുക? എവിടുന്ന് ഞാൻ കൊടുക്കും പാർട്ടി ഫണ്ടിലേക്ക്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ മീറ്റിംഗ് ഉണ്ടാവും, കൊടുക്കുക ഇങ്ങനെ. അങ്ങനെ മാത്രമല്ല, ഞാൻ സത്യസന്ധനായിട്ടുന്ന കാര്യം, എന്നെ മുകളിൽ ഇരിക്കുന്ന ഓഫീസർ സത്യസന്ധനല്ല, താഴെ ഇരിക്കുന്നവരും. അപ്പൊ എന്നെ അവിടുന്ന് തുരത്താൻ വേണ്ടി നോക്കുന്നു. അപ്പൊ ഞാൻ ഒഴുക്കിനെതിരെ നീന്താൻ പറ്റില്ല, ഒഴുക്കിനോടൊപ്പം ഞാനും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ബാക്കി പറയണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ ഒരു പാർട്ടാണ്. സോ ദ സക്സസ് ഓഫ് എനി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡിപ്പെൻഡ് ഓൺ ദ എഫിഷ്യന്റ്. അതിന്റെ അർത്ഥം ആരും അങ്ങനെ ചെയ്യണമെന്നല്ല. അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത് കേട്ടോ. അതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് ഓണസ്റ്റി, ഇന്റഗ്രിറ്റിയാണ് വേണ്ടത്. പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ അത് ഫേസ് ചെയ്യണം അത്ര നമുക്ക്. പക്ഷെ എല്ലാവരും അങ്ങനെ അതിലൊന്നും ഒതുങ്ങുന്നവരല്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ഇത് അങ്ങനെയും വരുന്നുണ്ട് എന്ന് പറയാം അഡ്മിനിസ്ട്രേഷനിൽ. സോ നമ്മുടെ ഞാൻ പറയുന്നത് പിന്നെ ഒരു മിനിറ്റ് ഫോർ. അപ്പൊ നമ്മൾ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് വെച്ചാൽ മൽ പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യാം, കറപ്ഷൻ അവോയ്ഡ് ചെയ്യാം, ഹരാസ്മെന്റ് ഓഫ് ദ സിറ്റിസൺ അവോയ്ഡ് ചെയ്യാം. നമ്മൾ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് വെച്ചാൽ ഹരാസ്മെന്റ് വേണ്ട. നമ്മൾ നാളെ വാ, മറ്റന്നാ വാ, പെൻഷനൊക്കെ വേണ്ടിയിട്ട് വയസ്സായ ആളുകൾ, 70 വയസ്സ് 65 വയസ്സുള്ള ആളുകൾ നാളെ വാ, മറ്റന്നാ വാ, 3 മാസം കഴിഞ്ഞ് വാ, അങ്ങനെ ബുദ്ധിമുട്ടാതെ ഹരാസ്മെന്റ് അവോയ്ഡ് ചെയ്യുക. ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ won't ask the people to take trouble. Then categories of citizens interaction with administration. 5 ഫോം ഉണ്ട്. നമ്മൾ ഏത് വിധത്തിലാണ് ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്യണം. 1, ക്ലയന്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമർ. അത് വാട്ടർ സപ്ലൈ അതോറിറ്റിക്ക് നമ്മള് ക്ലയന്റ് അല്ലേ. നമ്മള് വെള്ളം ചിലവാക്കുന്നുണ്ടല്ലോ അവർക്ക്, ഇലക്ട്രിസിറ്റി ബോർഡ്. നമ്മള് അവരുടെ കസ്റ്റമർ അല്ല നമ്മള്. അപ്പോ നമുക്ക് അഡ്മിനിസ്ട്രേഷനിലെ ഈ പറയുന്ന ആളുകളൊക്കെ അനിവാര്യമാണ്. ക്ലയന്റ്. 2, റെഗുലേറ്റീവ്സ്, നിയമം, അത് അനുശ്വാസത്. പിന്നെ ലിറ്റിഗൻസ് ഉണ്ട്, ചില നിയമത്തിൻ്റെത്. പാർട്ടിസിപ്പൻസ് ഉണ്ട്, കട്ടിംഗ് എഡ്ജ് എൻകൗണ്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇതിലുള്ളതാണ്. പിന്നെ നമ്മുടെ ഓരോരോ ഇതിലും സർവീസ് റൂൾസ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിലുണ്ട്, സെൻട്രൽ ഗവൺമെന്റിലും റൂൾസ് ഉണ്ട്. മോഡൽ കണ്ടക്ട് ആൻഡ് അപ്പീൽ റൂൾസ് ഉണ്ട്. പ്രൈവറ്റ് കമ്പനിയാണെന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്, സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്, വർക്കേഴ്സ്, ഇങ്ങനെയൊക്കെ നിയമങ്ങൾ, ഇതൊക്കെ സർവീസിലാണ്. പിന്നെ എന്താണ് മോണോപോളിസ്റ്റിക്? മോണോപോളിസ്റ്റ് പറഞ്ഞ കുത്തക എന്ന് പറഞ്ഞ പണ്ട് ബാട്ടാ ഷൂ, ഒറ്റ ബ്രാൻഡ്. രണ്ടാമത്തെ ബ്രാൻഡ് ഉണ്ട് എവിടെയെങ്കിലും ലോക്കലായിട്ട് ബാട്ടാ ഷൂ ആയിരുന്നു. അതാണ് 999.99 അല്ലെങ്കിൽ 9,000 അങ്ങനെ വരും, 99 അങ്ങനെ വരും. കാരണം അവര് കോമ്പറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഇന്നത്തെ സ്ഥിതി എന്താണ്? ബാട്ട ഏകദേശം പോയി, മറ്റുള്ള ഇതൊക്കെ വരുന്നു. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? മോണോപോളി ആയിരുന്നു. BSNL മോണോപോളിയിലേ ഉണ്ടായിരുന്ന, ബജാജ് സ്കൂട്ടർ മോണോപോളിയിലേ ഉണ്ടായിരുന്ന. പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. അപ്പോ അതാണ് കുത്തക. അടുത്തത് ഒളിഗോപോളിസ്റ്റിക്. ഒളിഗോപോളിസ്റ്റിക് പറഞ്ഞാൽ ഒരു കൂട്ടം പ്രസ്ഥാനങ്ങൾ ഒത്തുചേർന്ന് വിപണി നിയന്ത്രിക്കുന്ന വ്യവസ്ഥ. ഓക്കെ, അതാണ്. ഇനി ഫാക്ടേഴ്സ് പ്രൊമോട്ടിങ് എഫക്റ്റീവ് പബ്ലിക് സർവീസ് ഡെലിവറി ഇൻ ഇന്ത്യ. ഫാക്ടേഴ്സ് അതെന്താണെന്ന് വെച്ചാൽ
എങ്ങനെ നമുക്ക് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാം? ഒന്ന്, ഡീസെൻട്രലൈസേഷൻ. പവർ ഇന്നലെ നമ്മൾ കുറെ പറഞ്ഞതാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡീസെൻട്രലൈസേഷൻ. 2, അവയർനെസ്, സിറ്റിസൺസ് അവയർനെസ് ഫോർ ആൻഡ് ഡിമാൻഡ് ഫോർ ബെറ്റർ സർവീസസ്. നോക്കൂ, പോളിയോ തുള്ളി കൊടുക്കണം ജനങ്ങൾക്ക്. അത് ആവശ്യം. ആദ്യം ഇത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പണ്ട്. അയ്യോ കാലിന് പ്രശ്നം ഉണ്ടാവോ, കൈയിന് പ്രശ്നം ഉണ്ടാവോ. ഇപ്പൊ നമ്മുടെ കോവിഡിന് ആദ്യം കുട്ടികൾക്കൊന്നും കൊടുത്തില്ല. പക്ഷെ ഇത് അവയർനെസ് കൊടുക്കണം. സിറ്റിസൺ അവയർനെസ്, ഡിമാൻഡ് ഫോർ ബെറ്റർ പബ്ലിക് സർവീസ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത് എന്നുള്ള ഇത് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾ അംഗീകരിക്കും. അപ്പോൾ എഫക്റ്റീവ് പബ്ലിക് സർവീസ് ഡെലിവറിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുക. അതാ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ. ജനങ്ങളുടെ ധാരണയിലാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ വേണം. ഇനി അവയർനെസ് പറഞ്ഞു, ഫാക്ടേഴ്സ് പ്രൊമോട്ടിങ് ഇത് പറഞ്ഞു. ഇനി അടുത്തത് ടെക്നോളജി. ടെക്നോളജിയിൽ നോക്കിക്കോളൂ. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മുടെ ഇപ്പോഴത്തെ, മനസ്സിലായില്ലേ? അതൊക്കെ നില കുറെ പറഞ്ഞതാണ്. ഹെൽപ്സ് ഇൻ എ ട്രാൻസ്പെറന്റ്, സ്പീഡി, ഈസി ആൻഡ് എഫിഷ്യൻലി. നോക്കൂ, നമ്മളെ ഒരു ആദായ സർട്ടിഫിക്കറ്റ് വേണം വിചാരിക്കുക. നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് എന്താ പറയും? ആദായം. ഓക്കെ, മലയാളത്തില്. ഓക്കെ, ഇൻകം സർട്ടിഫിക്കറ്റ് വേണം വിചാരിക്കുക. എന്താ പണ്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം, വില്ലേജ് ഓഫീസിൽ പിന്നെ ഇത് വേണം. ഓഫീസർ ചിലപ്പോൾ ലീവിലായിരിക്കും, അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യണം, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറയും. അപ്പൊ ഇതാ പറയും ഇന്ന് വെള്ളിയാഴ്ചയാണ്, അല്ലെങ്കിൽ ഞായറാഴ്ചയാണ്, അല്ലെങ്കിൽ നാളെ വരും, മറ്റന്നാൾ വരുമോ. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയാം. പോണു, അപ്ലൈ ചെയ്യുന്നു, ഉടനടി അവർ ടോക്കൺ തരുന്നു, ആ നമ്പർ. കാരണം വെച്ചാൽ അത് വില്ലേജ് ഓഫീസിൽ പോകും. ഇന്ന ദിവസം വരും, പിറ്റേ ദിവസം വന്ന് എടുക്കൂ. എല്ലാ കാര്യം നിങ്ങൾ നോക്കുള്ളൂ. മൊബൈൽ ബില്ലിന്റെ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ലായിക്കോട്ടെ, വാട്ടർ സപ്ലൈ ആയിക്കോട്ടെ, ടക്ക് എല്ലാം പെട്ടെന്ന്. അപ്പോൾ ടെക്നോളജി എവിടെ എത്തിയെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ആക്ഷൻ, നമ്മളെ ലൈസൻസ് എടുക്കണം, നമ്മുടെ വെഹിക്കിള്, ഇൻഷുറൻസ്, ബാങ്ക് ട്രാൻസാക്ഷൻ, എല്ലാം ടെക്നോളജി അല്ലേ. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എവിടെ കിടക്കണ ആൾക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തോടെ പൈസ. അത് തന്നെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്, മനസ്സിലായില്ലേ? അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഈ ഗവേണൻസ് പല സ്ഥലങ്ങളിലും പല അതാണ് അറിയപ്പെടുന്നത്. നമുക്കിവിടെ അറിയാലോ, നമ്മുടെ അക്ഷയ, അതൊക്കെ അറിയാലോ നിങ്ങൾക്ക്. ഇനി TWINS ഇൻ ആന്ധ്രാപ്രദേശ്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ട്വിൻ എന്താണ് ആന്ധ്രാപ്രദേശിലെ ട്വിൻസ് പറഞ്ഞാൽ? നോക്കൂ, നിങ്ങൾക്കറിയാലോ, ഹൈദരാബാദ്, സെക്കന്ദരാബാദ് സാറ്റലൈറ്റ് സിറ്റിയാണ്. മറ്റേത് അടുത്തടുത്ത്. അവിടെ ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് 2 സ്റ്റേറ്റ് ആണ്, ആന്ധ്രാപ്രദേശ്, മറ്റേ തെലങ്കാന. ഓക്കെ, പക്ഷെ സിറ്റി ഹൈദരാബാദും ഇതും. അവിടുത്തെ പ്രോഗ്രാമാണ് ഈ ഡിജിറ്റൽ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ട്വിൻസ് സിറ്റി നെറ്റ്വർക്ക് സർവീസ് പ്രൊജക്ട്. ട്വിൻ, TWIN, 2 ഹൈദരാബാദ്, സെക്കന്ദരാബാദ്. പ്രൊജക്ട് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്, അതായത് അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശ്. ഇന്ന് തെലങ്കാനയുണ്ട്. വിച്ച് പ്രൊവൈഡ് എ വെറൈറ്റി ഓഫ് സർവീസസ് ഓഫ് ഒറ്റ സ്ഥലത്ത് നിന്ന് അനവധി സർവീസ്. എന്താ സർവീസ്? സെക്കന്ദരാബാദിലേക്കും ഹൈദരാബാദിലുള്ള ജനങ്ങൾക്ക് ഒറ്റ പോയിന്റ് നിന്ന് എല്ലാ സർവീസ്. എന്താണ്? അതായത് 50 ലക്ഷം ജനങ്ങൾക്ക് എന്ത്? ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, പേയ്മെന്റ് ഓഫ് യൂട്ടിലിറ്റി ബിൽസ്, ഇഷ്യൂയിങ് ലൈസൻസസ്. അതേമാതിരി ഒരു സെന്റർ 3000 ട്രാൻസാക്ഷൻ ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോ അതില് 80% യൂട്ടിലിറ്റി ബിൽസ് ആണ്. ടെലിഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, മറ്റേ ബില്ല്, അങ്ങനെ ടാക്സ്, അതാണ്. അപ്പൊ 3000 ട്രാൻസാക്ഷൻ ആണ് ഒറ്റ പോയിന്റ് അവർ ചെയ്യുന്നത്. നോക്ക് എവിടെ എത്തി ടെക്നോളജി. ആന്ധ്രാപ്രദേശ് എത്ര വലിയ സ്റ്റേറ്റ് ആയിരുന്നു അറിയാം പണ്ട്. എത്ര ആയിരുന്നു? ഏകദേശം 42ഓളം പാർലമെന്റ്. ഇപ്പൊ ഡിവൈഡ് ചെയ്തു. സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോണച്ചാൽ തന്നെ ഏകദേശം മറ്റേ 20 മണിക്കൂറോളമാണ്. അത്ര വലിയ സ്റ്റേറ്റാണ് അത്. ആലോചിക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ അത് പറഞ്ഞില്ലേ. അപ്പൊ പറയുന്നത് ഈ സേവ എന്ന് വെച്ചാൽ അത്
അനവധി 30, 40 ലൊക്കേഷനിൽ ഇങ്ങനെ ആ ഒരു സിറ്റിയുടെ നിങ്ങൾക്ക് ഒരു ശമ്പളം ആൾക്ക് മിനിമം കൊടുക്കണം വിചാരിക്കുക. നമ്മൾ കുറെ ആൾക്ക് കൊടുത്തു, കുറെ ആൾക്ക് 8,000 കൊടുത്തു, അല്ലെങ്കിൽ 9,000 കൊടുത്തു വിചാരിക്കുക. യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ലേബർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസറോ അല്ലെങ്കിൽ ലേബർ ഓഫീസർക്കോ അതിന്റെ ടേബിൾ ഇരുന്നിട്ട് കാണാം ഓരോരോ കമ്പനിക്ക് കോഡുണ്ട്. ആ കോഡ് ക്ലിക്ക് ചെയ്ത ഡേറ്റ് ക്ലിക്ക് ചെയ്ത ഓരോ കമ്പനി കൊടുത്ത പേയ്മെന്റ്, കൊടുത്ത ഡേറ്റ്, ഓരോ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അത് ESK എങ്ങനെ കട്ട് ചെയ്തു, PF എങ്ങനെ കട്ട് ചെയ്തു, അയാളുടെ കെയർ മനസ്സിലാക്കാൻ സാധിക്കും. ലൈസൻസ് മതി. ഏത് ലൈസൻസ് ചെയ്തോ അത് റിന്യൂ ചെയ്തില്ലെങ്കിൽ ഇതാ വന്ന് പിടിക്കും. എങ്ങനെയത്? ടെക്നോളജി എന്നല്ലേ അവർ കണ്ടുപിടിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ടെക്നോളജി വളരെ ഫാസ്റ്റ് എക്സ്പാൻഡിങ് ആണ്. അപ്പൊ നമ്മുടെ കറപ്ഷൻ ഇല്ല എന്നല്ല പറയുന്നത് കേട്ടോ, പക്ഷെ എങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വേറൊന്ന്, പിന്നെ വേറൊരു കാര്യം, പബ്ലിക് സർവീസ് ഗ്യാരണ്ടി ആക്ടിൽ എന്താണ് അറിയോ? പബ്ലിക് സർവീസ് ഗ്യാരണ്ടി ആക്ട് ഉണ്ട്. എവിടെ? അടുത്താണത്. അതിലെന്താണെന്ന് വെച്ചാൽ ടൈം ബൗണ്ട് ഡെലിവറി. ജനങ്ങൾക്ക് അതായത് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കൊല്ലമൊക്കെ എടുക്കും ചില സമയത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ. അതായത് 2 ദിവസം കൊണ്ട് കൊടുക്കേണ്ടതായാലും മരിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊടുക്കേണ്ടത് ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന വലിയ മഹത്തായ നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്ന് പെട്ടെന്ന് ഡിജിറ്റലൈസ് ചെയ്യുന്നത്. ഈവൻ ഐ ഫേസ് റിയലിനോ ഐ വാസ് അറ്റൻഡിങ്, എന്നെ ഇൻവൈറ്റ് ചെയ്ത ഒരു മീറ്റിംഗ് അറ്റൻഡ്, ഞാൻ അറിയാൻ വേണ്ടി പറയാണ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് തലേ ദിവസം വിളിച്ചു. പിറ്റേ ദിവസം ഞാൻ പെട്ടെന്ന് ഇതെടുത്തിട്ട് വന്നു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഞാൻ ഇവിടെ വന്നിട്ട് ആരെ മീറ്റ് ചെയ്യണോ ആ ആള് ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ മരിച്ചു, ഹാർട്ട് അറ്റാക്കില്. അപ്പൊ അതെനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ ഇദ്ദേഹം പിന്നെ എന്നിട്ട് ഞങ്ങള് ഓഫ്കോഴ്സ് വന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് വരാൻ കണ്ടോളൻസ് ആയിരുന്നു കംപ്ലീറ്റ് ആയുള്ള ഇതാണ് നമ്മൾ. ഇവിടെ ഞാൻ പറയാൻ എന്താണെന്ന് അറിയോ, ഇത് പറയാൻ കാരണം ചില സമയത്ത് നമുക്ക് ഈ ചിലപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, ടെക്നോളജി ഫാസ്റ്റ് ഇതാണെന്നെങ്കിലും ചിലപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക അതും കൂടി അറിയണം കേട്ടോ. അതായത് ടെക്നോളജി ഉണ്ടായാൽ പോരാ, അത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണ്ടേ ചിലവർക്ക്. ചില സമയത്ത് ചിലവർക്ക് അറിയില്ല, കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഇതില് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ടൈം ബൗണ്ട് ഓരോ സംഗതി, നമ്മളെ ടൈം ബൗണ്ട് ഡെലിവറി ഓഫ് സർവീസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് നാളെ അല്ല. ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് ചെയ്ത് തീർക്കണം. അത് നാളേക്കല്ല വയ്ക്കുക, അത് നാളെ മറ്റന്നാളേക്കല്ല വയ്ക്കുക. അപ്പൊ അത് പിന്നെ ഐ ആം ടു മച്ച് വർക്ക് ലോഡ്. അതായത് നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ തന്നെ ചെയ്യണം, മനസ്സിലായി? അതിനാണല്ലോ നിങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പാക്ട് ഇവിടെ എന്താണത്, പിന്നെ വേറൊരു കാര്യം, ഒരു ഓഫീസിലെ എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചാൽ പനിഷ്മെന്റ് കൊടുക്കണം. നിങ്ങൾ അല്ലെങ്കിൽ പനിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഗുരുതരമായ ഇത് തെറ്റായിരിക്കും ചിലപ്പോഴേ. നിങ്ങൾക്ക് ഒരു ലിമിറ്റ് 1 ലക്ഷമാണോ വിചാരിക്കുക ചെക്ക് സൈൻ ചെയ്യാൻ. നിങ്ങൾ പോയിട്ട് 3 ലക്ഷം രൂപയുടെ ചെക്ക് സൈൻ ചെയ്യാൻ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾക്ക് ഓതറൈസേഷൻ ഇല്ല, 3 ലക്ഷം രൂപ. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാങ്ക് ചിലപ്പോ അത് എങ്ങനെ ഇയാളുടെ 1 ലക്ഷത്തിന്റെ ഓതറൈസേഷൻ 3 ലക്ഷം കൊടുക്കുമെന്ന് ചോദിക്കും. പക്ഷെ ചിലപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ എന്നും ഈ ചെക്ക് വരുന്നതാണ്. ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചില സമയത്തൊക്കെ നടക്കും, ചില സമയത്ത്. അപ്പോ ഇതൊന്ന്. പിന്നെ അപ്പൊ നമ്മള് തെറ്റ് ചെയ്ത ആളുകളെ നമ്മളെ ശരിക്കും പരീക്ഷിക്കുക. അതാണ് നമ്മുടെ ഈ മോട്ടോർ വെഹിക്കിളൊക്കെ ഉണ്ടല്ലേ, പിടിച്ചാൽ ഹോൺ അടിക്കാൻ പാടില്ല സ്ഥലത്ത് ഹോൺ അടിക്കരുത്. അതേമാതിരി കണ്ടമാനം മറ്റേ
സ്പീഡ്, ഇതൊക്കെ കൺട്രോൾ അവർ പിടിക്കുന്നുണ്ട്. മനസ്സിലായോ? അതൊക്കെ ഓരോരോ അത്യാവശ്യമായ ഓരോ എൻഫോഴ്സ്മെന്റ്, ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസാണ് അവരൊക്കെ. പിന്നെ അടുത്ത് പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ, സിറ്റിസൺ ചാർട്ടർ പിന്നീട് പറയാൻ റൈറ്റ് ടു സർവീസസ് ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ പറയാം. അത് കഴിഞ്ഞ് റൈറ്റ് ടു സർവീസസ് ആക്ട് ഉണ്ട്. റൈറ്റ് ഇവിടെ റൈറ്റ് ടു സർവീസസ് ആക്ട്, അതായത് റൈറ്റ് ടു പബ്ലിക് സർവീസ്, അതായത് നിങ്ങൾക്കൊരു പബ്ലിക് സർവീസിൽ നിങ്ങളുടെ എന്തെല്ലാം നിങ്ങൾ ചെയ്യണം, കടപ്പാടുണ്ട് ഒരു ജോലി കിട്ടിയ. ഇതാ റൈറ്റ് ടു പബ്ലിക് സർവീസ് legislation in India comprises statutory laws which generalize the bound delivery service, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ. പിന്നെ for various public services rendered by the government to citizen, okay, and provides mechanism. മാത്രമല്ല വീഴ്ച വന്നാൽ പിഴ അല്ലെങ്കിൽ പനിഷ്മെന്റ്. who is deficient, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക് സർവന്റിനെ തെറ്റ് ചെയ്താൽ അത് ശിക്ഷിക്കലും. അങ്ങനെ സ്റ്റിപ്പുലേറ്റഡ് ആണ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് ഗ്യാരണ്ടി ആക്ട്. ഈ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ഓരോരോ കാര്യത്തിൽ എന്തെല്ലാം മൈനർ പനിഷ്മെന്റ്, മേജർ പനിഷ്മെന്റ്, ഇത് അതനുസരിച്ചിട്ട് കൊടുക്കണം. മൈനർ ആണ് ചിലപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം, ചെറിയ ഓഫീസിൽ ലേറ്റ് ആയിട്ട് വരണു, ചിലപ്പോൾ എന്തെങ്കിലും ലേറ്റ് ആയി വന്നു, അങ്ങനെയൊക്കെ ചിലപ്പോൾ മൈനർ ആയിട്ടുണ്ടാവും. പക്ഷെ ചിലതുണ്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ലാത്തടത്ത് സ്ഥലത്ത് പോയിട്ട് സിഗരറ്റ് വലിക്കുക, അതേമാതിരിയുള്ള അത് അടുത്ത് ഗ്യാസ് പ്ലാന്റ് ആയിരിക്കും ചില സമയത്ത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അപ്പോൾ അവിടെ തീ പിടിച്ചു. അപ്പം അങ്ങനെയുള്ളതിന് മേജറാണ്. അതേമാതിരി ഒരാളെ സ്റ്റാബ് ചെയ്തു അല്ലെങ്കിൽ ഫിസിക്കലി അസോൾട്ട് ചെയ്തു, മേജർ. അപ്പം ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്യേണ്ട സർവീസിലുള്ള കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ ഈ റൈറ്റ് ടു സർവീസ് എന്തൊക്കെയാണ്? നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ഡൊമൈസൈൽ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇലക്ട്രിക് കണക്ഷൻ, വോട്ടർ കാർഡ്, റേഷൻ കാർഡ്, പിന്നെ കോപ്പീസ് ഓഫ് ലാൻഡ് റെക്കോർഡ്, ഇതൊക്കെ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സിനെ സൈൻ ചെയ്യാൻ പാടൂ. മാത്രമല്ല പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരപ്പെട്ടവരും ഉണ്ട്. അല്ലാണ്ട് ആരാണ് പെനാൽറ്റി, എല്ലാവർക്കും പെനാൽറ്റി ഇടാൻ പറ്റില്ല. അതിന് നോക്കൂ, PF എൻഫോഴ്സ്മെന്റ് അതോറിറ്റി ഉണ്ട്. അതായത് PF ഇൻസ്പെക്ടർ എൻഫോഴ്സ്മെന്റ്, ESI ഇൻസ്പെക്ടർ എൻഫോഴ്സ്മെന്റ്. അവർക്കാണ് പറ്റും, എല്ലാവർക്കും പനിഷ് ചെയ്യാൻ പറ്റില്ല. അത് നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്, അവർക്കാണ് അത് പറ്റൂ. ഓക്കെ, പിന്നെ അപ്പൊ അതായി. പിന്നെ ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തത്, പിന്നെ വേറൊരു കാര്യം, അപ്പലേറ്റ് ഓഫീസർ ഉണ്ട്. അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസർമാരെ ആരെ കോൺടാക്ട് ചെയ്യണം? അവരുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രീവൻസോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, സാറേ ഇത് ശരിയല്ല, ഇത് കുറച്ചെന്തെങ്കിലും കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ വേവ് ചെയ്യണം, ഇത്ര പൈസ പാടില്ല, ഇത്ര പെനാൽറ്റി പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതിനുള്ള ഓഫീസേഴ്സ് ഉണ്ട്, അപ്പലേറ്റ് ഓഫീസർ ഉണ്ട്. ആരുടെ അടുത്താണ് പോകേണ്ടത് അത് അവര് അതനുസരിച്ചിട്ട് അവർ ചെയ്യും. ഇപ്പൊ ഞാൻ ഉദാഹരണം ഞാൻ പറയാം അതെന്താണെന്ന്. നോക്കൂ, ഒരു ഉദാഹരണം. ഇവിടെ പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഫ്ലഡ് ഉണ്ടായി. ഫ്ലഡ് ഉണ്ടായിരിക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണം, ഞാൻ താമസിക്കുന്ന അടുത്ത് കനാലാണ്, വെള്ളം വന്നു ഉള്ളിലേക്ക്, റിവറിന്റെ ഫ്ലഡാണ് ഉണ്ടായത് കംപ്ലീറ്റ്. വെള്ളം വന്നപ്പോഴത്തേക്ക് നമ്മുടെ വാട്ടർ മീറ്റർ എല്ലാം വെള്ളത്തിലായി കംപ്ലീറ്റ് ആയി. അവസാനം അതിൽ മണ്ണ്, ചളി ഇതെല്ലാം വന്നു. ഇത് വർക്ക് ചെയ്യാതെ വന്നപ്പോൾ അവസാനത്തെ ഒരു ദിവസം കണ്ടു വരണം ബില്ല് 14,000, 15,000, ആകെ 45 രൂപ വന്നിടത്ത് 14,000 രൂപ വന്നു. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുന്നു. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഫ്ലഡില് ഇതെല്ലാം മീറ്ററിന്റെ എല്ലാം പരിപാടി തീർക്കും. അവസാനം അവരെന്താ പറഞ്ഞറിയോ? യു ഗിവ് എൻ അപ്ലിക്കേഷൻ, വി വിൽ ഫോർവേഡ് ടു ദി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് അവരൊരു തീരുമാനം എടുക്കട്ടെ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലഡിൽ അതേമാതിരി പലതും സംഭവിച്ചിട്ടുണ്ട്, അവര് തന്നെ തീരുമാനം എടുക്കും. അപ്പോൾ ആരൊക്കെ അധികാരപ്പെട്ടുണ്ട് അവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അപ്പലേറ്റ് ഓഫീസർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ നിയമം ഓരോന്ന് പിന്നെ വേറെ അനവധി കേസസ് നമ്മുടെ അടുത്ത് വരും ഈ പബ്ലിക് സർവന്റിന്റെ. ആ കേസ് എല്ലാം പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം. ചിലർ സാധിക്കാത്ത കാര്യം നിങ്ങൾ റിട്ടേൺ ചെയ്യണം. അല്ലാണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അലങ്കാരമായിട്ട് നമ്മൾ ടേബിളിന് മുകളിൽ വെക്കരുത്. ഒരു റേഷൻ കാർഡിന് അപ്ലൈ ചെയ്ത് വിചാരിക്കുക, ചിലപ്പോൾ അയാൾ അർഹത ഇല്ലെന്ന് തന്നെ വിചാരിക്കുക, അയാളെ അറിയിക്കും തിരിച്ച്.
അറിയിക്കുക. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ട് അവർ എലിജിബിൾ അല്ല എന്ന് കണ്ടപ്പോഴാണ് അത് എലിജിബിൾ അല്ല. ഉദാഹരണം ഞാൻ ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം, ഒരു നമ്മുടെ വലിയ ഒരു ഫേമസ് ജേർണലിസ്റ്റിന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സമയത്താന്ന് നോക്കി അയാളുടെ പേരിൽ ആളുടെ ഒരു കേസ് ചാർജ് ചെയ്തിരുന്നു. ഓക്കെ, പക്ഷെ അയാൾക്കറിയില്ല, അയാൾക്കറിയാനില്ല. അയാൾ എന്താ പാസ്പോർട്ട് റിന്യൂ ചെയ്യാത്ത നോക്കുമ്പോഴാണ് നിങ്ങളുടെ പേരിൽ ആൾറെഡി രണ്ട് മാസം മുമ്പ് ഒരു കേസ് വാല്യൂ ചെയ്തിട്ടുണ്ടല്ലോ, മനസ്സിലായി, കുറേ ദിവസങ്ങൾക്ക് മുമ്പേ. അയാൾക്ക് അറിയ പോലും ഇല്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇസ് പുവർ. അപ്പൊ അറിയിക്കണ്ടേ ഇതൊക്കെ? അപ്പൊ അയാൾക്കറിയില്ല. അപ്പൊ ഇതാണ് പറയുന്നത്, ചിലപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് അറിയിക്കണം. ചില അറിയാനുള്ള അവകാശമുണ്ട് ചിലർക്ക്. കേസസ് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം പല കേസസും. പിന്നെ അറിയില്ലേ, നമ്മുടെ കോടതിയിലായാലും ശരി പോലീസ് സ്റ്റേഷനിലായാലും എത്രയോ തെളിയാത്ത കേസ്, അതേമാതിരി കോടതിയിൽ 20, 30, 40 കൊല്ലമായിട്ട് കിടക്കുന്ന 35 കൊല്ലം, ഇന്നിപ്പോ 28 കൊല്ലത്തിന്റെ ഒരു കേസാണ് ഇന്നലെ കണ്ടത്. അപ്പൊ അങ്ങനെ നടക്കുന്ന കേസുണ്ട്. അപ്പൊ ഏർലി ഡിസ്പോസൽ നമ്മുടെ വളരെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, സിറ്റിസൺ ചാർട്ട്. അതിലെ നമ്മുടെ ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ്, റിട്ടേൺ ഡിക്ലറേഷൻ, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ഡെലിവറി. നിങ്ങൾക്കൊരു ജോലി കിട്ടിയ അതാണ് സിറ്റിസൺ ചാർട്ടർ. നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ്, അതേമാതിരി ടു പ്രൊവൈഡ് ക്വാളിറ്റി സർവീസ്. ഓക്കെ, വർക്കിംഗ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ബിൽഡ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് പബ്ലിക് സർവീസ്. ഇത് ചാർട്ടർ ഇതിൽ വരുന്ന, സിറ്റിസൺ ചാർട്ടറിൽ വരുന്നതാണ്. ജനസേവനം, അതുകൊണ്ട് എഫക്റ്റീവ് ഡെലിവറി, അതേമാതിരി സെൽഫ് ഡിസിപ്ലിൻ, പിന്നെ വർക്കിംഗ് ഫോർ ദ ഗവൺമെന്റ് ടു ബിൽഡ് എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് ഓഫ് പബ്ലിക് സർവീസസ്. ഓക്കെ, ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശം, അതായത് 2005 ഇത് പാസ്സായത്. 2005 നിയമം വന്ന് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്തില് ഏറ്റൊരു സുവർണ ലിപിയിൽ എഴുതേണ്ടതാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ, കേട്ടോ. ഇത് പ്രകാരം എത്ര കേസ് എത്ര കോടതിയിൽ നിലവിലുണ്ട് എന്നും, എത്ര അഴിമതിക്കാരെ പിടിച്ചിട്ടുണ്ട് എന്നും, എത്ര പെനാൽറ്റി ഗവൺമെന്റിൽ അടിച്ചിട്ടുണ്ടെന്നും, എത്ര ആളെ ജയിലിൽ പോയിട്ടുണ്ട് എന്നും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലാണ്. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ എക്സാക്ട് പൊസിഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, എല്ലാ കാര്യങ്ങളും റൈറ്റ് ടു ഇൻഫർമേഷനിൽ കിട്ടില്ല. ഡിഫൻസ് സീക്രട്ട്, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഒരു പാക്റ്റോ ഒരു ഡിഫൻസ് പാക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാറ്, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് കിട്ടില്ല. അതായത് നാഷണൽ സെക്യൂരിറ്റിയെ അഫക്ട് ചെയ്യുന്നത് റോ, CBI, അതേമാതിരി NIA, അവിടെയൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ചില സമയത്ത് കിട്ടില്ല. കാരണം അത് നാഷണൽ ഇതിന് സെക്യൂരിറ്റി അഫക്ട് ചെയ്യുന്നതായിരിക്കും. അതല്ലാത്ത ഏതൊരു ട്രാൻസാക്ഷനും എത്ര രൂപ ചിലവായി, പബ്ലിസിറ്റിക്ക് എത്ര പൈസ ചിലവായി, അല്ലെങ്കിൽ ഈ നിങ്ങളെ റീബിൽഡിങ്ങിൽ എത്ര പൈസ ചിലവായി, വീട് വയ്ക്കാനൊക്കെ ഓരോരുത്തരത്തെ എത്ര ചിലവായി, SC STയുടെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെൽഫെയറിന് എത്ര വേണ്ടി, എല്ലാ ഇൻഫർമേഷൻ കിട്ടും. അതനുസരിച്ചിട്ട് നമ്മുടെ അസംബ്ലിയും പാർലമെന്റും മുഖരിതാവണം, ഇല്ലേ? അതില്ലെന്ന് വിചാരിക്കുക, എന്താ സ്ഥിതി? നിങ്ങൾക്ക് എവിടുത്തെ ഇൻഫർമേഷൻ കിട്ടുക? ഇതാണ് 2005 വന്നത് ആക്ട്. ബ്യൂട്ടിഫുൾ ഇതാണ്, പക്ഷെ അത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വേണം. കുറെ കേസ് ഇതിന്റെ ഇടയിൽ പിടിച്ചിട്ടുണ്ട്. കാരണം നോക്കൂ, നമ്മുടെ എയർപോർട്ടിൽ ഇങ്ങനെ സ്വർണം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എത്ര സ്വർണം പിടിച്ചു, അതിന്റെ വാല്യൂ എന്താണ്, എത്ര മയക്കുമരുന്ന് പിടിച്ചു ഓരോരോ എയർപോർട്ടിലും, അതിന്റെ ടോട്ടൽ വാല്യൂ എന്താണ്, അതിന്റെ പൊസിഷൻ ഇന്നത്തെ എന്താണ്, കോടതിയിൽ എത്ര കേസ് പെൻഡിങ് ഉണ്ട്, എത്ര ക്രിമിനൽ, എത്ര സിവിൽ, ഓരോരോ കോടതിയിലെ എത്ര ജഡ്ജസിന്റെ വേക്കൻസി ഉണ്ട്. നോക്കൂ, ഇതെല്ലാം റൈറ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത്. പറയാൻ പറ്റില്ല നമുക്ക്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് റൈറ്റ് ഇൻഫർമേഷൻ, മനസ്സിലായില്ലേ? അപ്പൊ the basic objective of right information is to empower the citizen, promote transparency, accountability. അതുകൊണ്ട് ജനങ്ങള് വളരെ ശ്രദ്ധാലുവായിരിക്കും. കാരണം റൈറ്റ് ഇൻഫർമേഷൻ എല്ലാം, നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ട്, ഒരു മിനിറ്റ് ഇലക്ഷൻ നിൽക്കണം വിചാരിക്കും, നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കണം, നിങ്ങളുടെ സ്വത്ത് ഡിക്ലെയർ ചെയ്യണം, ഭാര്യയുടെ പേരിൽ സ്വത്ത് ഡിക്ലെയർ ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ പേരിൽ 0 കാണിച്ചിട്ട് ഭാര്യയുടെ പേരിൽ ഇത്ര സ്വർണം അല്ലെങ്കിൽ ഇത്ര ബാങ്ക് ബാലൻസ് കാണിച്ച പോയി, ഭാര്യയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോ ഡിക്ലറേഷൻ അവർക്കാണ് വല്ല ക്രിമിനൽ കേസിൽ പെൻഡിങ് ഉണ്ടോ, എത്ര കേസ് പെൻഡിങ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കണം റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം. അല്ലെങ്കിൽ അവർ പിടിക്കും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ചിലപ്പോൾ നിങ്ങളെ ഇന്ന ക്വാളിഫിക്കേഷനാണ് പറഞ്ഞു, നേരെ മറിച്ച് ആ ക്വാളിഫിക്കേഷൻ ഇല്ല വിചാരിക്കാൻ. അപ്പൊ അതൊക്കെ റൈറ്റ് ഇൻഫർമേഷൻ. തെറ്റായ ഡിക്ലറേഷൻ ഈസ് എ പനിഷ്മെന്റ്.
കോടതി പോയി. അപ്പോൾ ഇതായി. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടബിലിറ്റി ഇൻ ദ വർക്കിംഗ്, ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷനെ പറ്റിയാണ്. പബ്ലിക് അതോറിറ്റി കണ്ടെയ്ൻ കറപ്ഷൻ ആൻഡ്, അതുകൊണ്ട് കറപ്ഷൻ നമുക്ക് കുറേ ഇത് പ്രകാരം നമുക്ക് പാർലമെന്റിലും അസംബ്ലിയിലൊക്കെ പോയിട്ട് ഈ കറപ്റ്റ് ആദ്യങ്ങളിൽ എത്ര പനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ജയിലിൽ വിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലോ ആളുകൾ പലതും. ഓക്കെ, അങ്ങനെ പിന്നെ പെയ്ഡ് ന്യൂസ് സർവീസ് ഇതൊക്കെയാണല്ലോ പലതും, അതൊക്കെ പിടിക്കും ചിലത്. ഓക്കെ, സോ മേക്ക് അവർ ഡെമോക്രസി വർക്ക്. അപ്പൊ നമ്മുടെ ഡെമോക്രസി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത്? അത് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആക്ട് ആണ്. ഇനി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതില് നമ്മുടെ നിങ്ങൾക്കറിയാലോ അനവധി ഗവൺമെന്റ് സ്കീമുണ്ട്, പ്രധാനമന്ത്രിയുടെ സ്കീമുണ്ട്, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, എത്രയോ ഇതുണ്ട്. ഗ്യാസ് ഇല്ലാത്തൊരു ഗ്യാസ്, അങ്ങനെ നിങ്ങൾക്കറിയാലോ. PM-ന്റെ പല ഓരോ സ്ഥലത്ത് ഓരോന്നാണ് അറിയപ്പെടുന്നത്. ഗുജറാത്തിലൊന്ന്, പിന്നെ MNGRGA, അതായത് മഹാത്മാഗാന്ധി, അത് അതിന്റെ മതി, അങ്ങനെ അനവധി. ഗുജറാത്തിൽ വേറെ, ഡൽഹിയിൽ വേറെ, ഓക്കെ, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. RTI ആക്ട് എല്ലായിടത്തും അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിലും, ആൾമോസ്റ്റ് ഓൾ സ്റ്റേറ്റിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുള്ളി ഗോയിങ് ഓൺ. ആൻഡ് ഈവൻ എല്ലാ കോർട്ടും പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് എ വണ്ടർഫുൾ ലെജിസ്ലേഷൻ പാസ്ഡ് ബൈ ഇന്ത്യൻ പാർലമെന്റ്. The credit will go to the people of India. 100% സക്സസ് ആണോ? അറ്റ്ലീസ്റ്റ് 50% പോലെയും സക്സസ് ആയ നല്ലതല്ലേ? ഇത്ര 128 കോടിയിൽ, മനസ്സിലായില്ലേ? അപ്പൊ നല്ല കാര്യമാണ്. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയാനുള്ളത്, അതായത് ജനസേവനം. അതായത് ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ CSR എന്നുള്ള നിങ്ങൾക്ക് അറിയാം. കമ്പനികളിൽ നിങ്ങളെ ഈ പ്രോഫിറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നോക്കൂ, 500 കോടി രൂപയുടെ മീതെ നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ട് എങ്കിൽ അതിന് 2% നമ്മുടെ സെക്ഷൻ 135 ഓഫ് ദ കമ്പനി ആക്ട് 2013, മനസ്സിലായോ? അതായത് സെക്ഷൻ 135 ഓഫ് കമ്പനീസ് ആക്ട് 2013, ഇറ്റ് ഈസ് മാൻഡറ്ററി, നിർബന്ധമാണ് 2% നെറ്റ്വർക്ക്, അത് നിങ്ങളുടെ പ്രോഫിറ്റ് ഇത് കോർപ്പറേറ്റ് സോഷ്യൽ, അതായത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി നിങ്ങൾ ഇയർമാർക്ക് ചെയ്യണം. എൻവയോൺമെന്റൽ മെയിൻ്റനൻസിന്, സോഷ്യൽ അക്കൗണ്ടബിലിറ്റി, അത് ബാങ്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്നുണ്ട്. വലിയ വലിയ കമ്പനികളൊക്കെ, ബജാജ് ആയിക്കോട്ടെ, JRD ടാറ്റ, ടാറ്റ ഫേം, അതേമാതിരി പലതും മഹേന്ദ്ര, ബജാജ്, നമ്മുടെ അംബാനി, എല്ലാവരും എന്തിനാ ചെയ്യുന്നുണ്ട്? കാരണം എല്ലാ ബാങ്ക്സും ഇത് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ, അതായത് വിദ്യാർത്ഥികൾക്ക് ഇത് പ്രചോദനം, നല്ല പഠിക്കാൻ, ഹയർ ഇതിന് വേണ്ടിയിട്ടും പലതും, ഗാർഡൻസും സ്കൂൾസും മറ്റേ റിനോവേഷൻ ഓഫ് ദ സ്കൂൾസ്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ പറയാനുള്ളത് ഈ ബിസിനസ് എത്തിക്സ് ഉണ്ട്. ബിസിനസ് എത്തിക്സ്, അതായത് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് അറിയോ? CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, covers 3 aspects. അതായത് ട്രഡീഷണൽ കോർപ്പറേറ്റ് ഫിലോന്ത്രോഫി, അതായത് സാമൂഹ്യ സേവനം, ചാരിറ്റി ഫോർ സോഷ്യോ കൾച്ചർ ആൻഡ് റിലീജിയസ് പർപ്പസ്. നോക്കൂ, വിപ്രോ എത്ര കോടി, 7,000 crores ആയിട്ടാണ് കൊടുക്കുന്നത്. ബിൽ ഗേറ്റ് അവര് അതേമാതിരി ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോഷ്യോ കൾച്ചറൽ, ടാറ്റ ട്രസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇത് മനുഷ്യ സ്നേഹം. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോക്കിയൊക്കെ നമ്മൾ ബോംബെയിലെ ബിഗ്ഗസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റലാണിത്, ഗോൾഡസ്റ്റ്, മനസ്സിലായ? അപ്പൊ ജനസേനല്ലത്. അവരുടെ എത്ര ഡോക്ടർ, എത്ര പേഷ്യന്റ്, എത്ര നില ബിൽഡിങ്, എത്ര ഡോക്ടർക്ക് ജോലി, എത്ര നഴ്സുമാർക്ക് ഡ്യൂട്ടി, മറ്റുള്ളവർക്ക് ഡ്യൂട്ടി, ജനസേവനത്തിന് വേണ്ടിയിട്ടല്ലേ. അല്ലാണ്ട് ക്യാൻസറിന് അവിടുത്തെ എന്താ കാശ് കിട്ടുന്ന ഇവർക്ക്? മുഴുവൻ അവരെ ടാറ്റ ട്രസ്റ്റ് എന്ന് അവിടത്തൊക്കെയാണ് പോകുന്നത്. പിന്നെ സ്കോളർഷിപ്പ്, നിങ്ങൾ എഞ്ചിനീയറിങ്ങിനും മെഡിസിനൊക്കെ ഇത് കൂടുതൽ നല്ല അവർ സ്കോളർഷിപ്പ് തരും. 4 പോണിച്ച് പോവും, പക്ഷെ തിരിച്ചു കൊടുക്കണം. ചിലർ കൊടുക്കുന്നില്ല, അതാണ്. അതായത് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് അവരാണ് മുങ്ങിയ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ. പിന്നെ അത് ഇവര്, പക്ഷെ അത് ഓർക്കണം, ആ പൈസ അവർക്ക് കൊടുത്താലല്ലേ ആ പൈസ വേറുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. അത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാം. എന്നെ യു എസ് ഇൻ ബോംബെ ഒരാളെ M.Tech പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിന്ന് ടാറ്റ ട്രസ്റ്റിന് ലോൺ എടുത്തിട്ട് പിന്നെ
അത് കഴിഞ്ഞിട്ട് വളരെ 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 സീനിയർ, അയാൾ അമേരിക്കയിൽ പോയിരുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, വളരെ സീനിയർ പൊസിഷനാണ്, ഇന്ത്യത്തെ റിനൗണ്ട് പേഴ്സണാലിറ്റിയാണ്, ഇന്ത്യയിൽ വളരെ പ്രസിദ്ധനായ ഒരാള്. പക്ഷെ അവരുടെ റിമൈൻഡർ വന്ന് അയാൾ തീരിക്കാറില്ല. ഇത് ടാറ്റ ട്രസ്റ്റിന്റെ ആ പൈസ ചെറിയ എമൗണ്ട് ആണ്, അതുപോലും തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ പക്ഷെ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ട്രഡീഷണൽ കോർപ്പറേറ്റ് ഫിലന്ത്രഫി, നമ്മുടെ പണ്ടത്തെ JRD ടാറ്റ, GRD ടാറ്റ, ബിർലാസ് എല്ലാം അതേമാതിരി ഓരോരോ കമ്പനികൾ നല്ല നല്ല ജനസേവനം, ചാരിറ്റിയും സോഷ്യൽ വർക്കും ഒക്കെ പലതും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഫോസിസും TCSും എല്ലാം വിപ്രോ എല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അത് ഒരു നിയമപരമായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 500 കോടിയുടെ നീതി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. പിന്നെ അപ്പോൾ ട്രഡീഷണൽ കോർപ്പറേറ്റ് ഫിലോസഫിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അടുത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിത്ത് എ ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് അറ്റൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് പ്രിയോറിറ്റീസ്. പിന്നെ വേറൊരു കാര്യം, ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണേ. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്, അവരാണ് മുതലാളിമാര്. അപ്പൊ ഏനോ ജനറൽ മീറ്റിംഗ് തീരുമാനിക്കണം, അത് അല്ലെങ്കിൽ അവരോട് കൺസൾട്ട് ചെയ്തിട്ട് പിന്നെ തീരുമാനിക്കണം എത്ര പൈസ നമുക്ക് ഇതിൽ അലോക്കേറ്റ് ചെയ്യാം. കാരണം ഇത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് പോകുന്നതാണ് അതൊക്കെ. കാരണം ഈ പൈസ അത്രത്തോളം കമ്മിയാവുമല്ലോ. പക്ഷെ നിയമപ്രകാരമുള്ളതെല്ലാം കൊടുക്കും, അതെല്ലാം അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. എത്ര കൊടുക്കും, ചിലപ്പോൾ കൂടുതലും കൊടുക്കല്ലോ. ഇപ്പൊ ആരെങ്കിലും പറയണ്ടോ ഇത്ര കൊടുക്കുന്നത്, ഇത്ര മാക്സിമം കൊടുക്കാൻ ആർക്കും നിയമമില്ല. പക്ഷെ 2% കൊടുക്കണ നിയമമുണ്ട്. നിങ്ങൾക്ക് 15% കൊടുക്കാമല്ലോ. അത് ഷെയർ ഹോൾഡേഴ്സ് ഡിസിഷൻ എടുത്താൽ മതി. അപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പോ വേറൊന്ന്, ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത് വിത്ത് എ ഫോക്കസ് ഓൺ സസ്റ്റൈൻ, വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റ് പരമപ്രധാനമാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പൊ JRD ടാറ്റയുടെയൊക്കെ എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ വന്നിട്ടുണ്ട്, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പലതും നമ്മുടെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി വന്നു. പക്ഷെ എല്ലാ കാര്യവും ഇതിനൊക്കെ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഓരോരോ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്താൽ മാത്രം പോരാ, അത് നിലനിൽക്കണം, നാളെയും നിലനിൽക്കണം. ഞാൻ പറയില്ലേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇതെല്ലാം ഗവൺമെന്റിന്റെ. ഞാൻ വേറെ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ഫസ്റ്റ് മദർ ഓഫ് ന്യൂക്ലിയർ സെന്റർ ഫോർ മാത്തമാറ്റിക്സ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നില്ല. GRD ടാറ്റയാണ് അത് ഇത് കൊടുത്തത്. നമ്മുടെ ഗവൺമെന്റിന് അന്ന് പൈസ ഉണ്ടായിരുന്നു. നമ്മുടെ കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത്ര പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരാണ് പൈസ ഇതൊക്കെ കൊടുത്ത്. ആക്ച്വലി ഒരു റിക്വസ്റ്റ് മാത്രം, ഈ എന്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്ത തിരക്കിടില്ല പേര്. അങ്ങനെയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് വന്നു. അതിന്റെ ഇത് ടാറ്റ ട്രസ്റ്റിന്. അത് നോക്കൂ, ഇന്ത്യയിലത്തെ ദ ബെസ്റ്റ് മദർ ഓഫ് ന്യൂക്ലിയർ സെന്റർ ഓഫ് മാത്തം എല്ലാ. അത് കഴിഞ്ഞിട്ടാണ് ബാബ ടെമ്പിൾ സെന്റർ, അവിടുത്തെ സയന്റിസ്റ്റ് അങ്ങോട്ട് വന്ന്. അപ്പോ ഓർത്തോളൂ, ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഇതിനു വേണ്ടിയിട്ട്, ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ. സോ അപ്പൊ കോർപ്പറേറ്റ് സോഷ്യൽ, അപ്പൊ ഇത് ജനങ്ങൾ, ഇപ്പൊ അത് സ്കൂളാവും സ്ഥാപിക്കാം, പ്രൈമറി ഹെൽത്ത് സെന്റർ സ്ഥാപിക്കാം, അതേമാതിരി പല ഇതിന്റെ ഇപ്പൊ ചിലതിന്റെ ശമ്പളം, ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്, പിന്നെ മരുന്നുകള്, അതേമാതിരി അങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കണം എന്ന് ഒരു നിയമം കമ്പനീസ് ആക്ടിലുണ്ട്. അടുത്തത് കൺക്ലൂഷൻ. ഇവിടെ പറയുന്നത്, സി ദി ഡെലിവറി ഓഫ് വേരിയസ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ഹാസ് ബീൻ വൺ ഓഫ് ദ ബേസിക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. തീർച്ചയല്ലേ? അതായത് നമ്മുടെ വെൽഫെയർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റ് ആദ്യം നോക്കേണ്ടത്, മനസ്സിലായില്ലേ? ഈ നമ്മുടെ ഇതില് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ വരുന്നതാണ് വെൽഫെയർ. അപ്പൊ അത് ഒന്ന്. പിന്നെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇത് അത്യാവശ്യമാണ്. ദ കൺട്രി ലൈക്ക് ഇന്ത്യ പബ്ലിക് സർവീസസ് വളരെ അത്യാവശ്യമാണ്. ജനസംഖ്യ കൂടുതലാണ്. ദ പുവർ ഹാവ് ആൾവേസ് ഡിപെൻഡന്റ് ഓൺ എസെൻഷ്യൽ റേഷൻ, മണ്ണെണ്ണ. അതേമാതിരി ജനങ്ങള് എല്ലാം ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ കംപ്ലീറ്റ്. പിന്നെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ, അതിനുവേണ്ടി സഹായങ്ങള്. ബട്ട് ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക് സർവീസ് ഡെലിവറി കുഡ് നോട്ട്, പക്ഷെ ജനങ്ങളുടെ അവിടെ എത്തിയിട്ടില്ല ഇപ്പോഴും. ലാക്ക്ഡ്, കാരണം ജനസംഖ്യ അത്ര കൂടുതലാണ്. പൂവർ റിമെയിൻ പൂവർ, റിച്ചർ ബിക്കംസ് റിച്ചർ, അങ്ങനെയും വരുന്നുണ്ട്. അപ്പോ അവയർനെസ് കൊടുക്കണം, എങ്ങനെ ഇവരൊക്കെ മേപ്പെട്ട് കൊണ്ടുവരണം, അങ്ങനെ അബൌട്ട് ദി സർവീസസ് ആൾസോ.
പിന്നെ വേറെ ഒരു ഇന്നബിലിറ്റി ആർട്ടിക്കിൾ ചെയ്ത് ഗ്രീവൻസ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് തരണം ചെയ്ത് ജനസേവനത്തിന് വേണ്ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.